ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇലക്ട്രിക് കാർ, അതായത് ഇലക്ട്രിക് കാർ നമ്മളെ ബേബീസൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന ചെറിയ ഇലക്ട്രിക് ബൈക്ക്, അത് 50 കിലോ ഒക്കെ വെയിറ്റ് താങ്ങാൻ പറ്റുന്ന ഇതിൻ്റെ ഒരു മദർ ബോർഡാണിത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് കാർ, അതേപോലെ ഇലക്ട്രിക് ജീപ്പ്, ഇലക്ട്രിക് ബൈക്കിലൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു ബോർഡാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ബോർഡ് എന്ന് പറഞ്ഞാൽ രണ്ട് മോഡിലാക്കാൻ പറ്റുന്നതാണ്. അതായത് റിമോട്ടിലും അതേപോലെ തന്നെ നമുക്ക് മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡാണ്. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് കാറിൽ കുറച്ച് ചെറിയ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്യാം, ഏതൊരാൾക്കും സോൾവ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ കാണാം, ഇവിടെ രണ്ട് കമ്പോണൻസിനാണ് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്കൊരു മോസ്ഫിറ്റ് ഇത് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആയാൽ നമുക്ക് ചെയ്തെടുക്കുന്നൊരു ഇതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതൊരു നമ്മുടെ ഡയോഡാണ് ഇത് വരുന്നത്. അപ്പോൾ ഷോക്ക് ടി ഡയോഡാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫോർവേഡ് ബയാസൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇതില്ലെങ്കിലും ഇത് വർക്ക് ചെയ്യും നമുക്ക്. അതായത് മോട്ടറൊക്കെ, ഈ ഒരു മോട്ടർ നമ്മൾ കറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ഒരു മോട്ടറാണ് ഇത് വരുന്നത്. ഈ ഒരു മോട്ടറൊക്കെ നമുക്ക് കറങ്ങുന്ന സമയത്ത് ബ്രേക്കിംഗ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് റിവേഴ്സ് വോൾട്ടേജ് വരും. അപ്പോൾ ആ ഒരു റിവേഴ്സ് വോൾട്ടേജ്, വണ്ടി നമ്മൾ കറങ്ങിക്കൊണ്ട് നമ്മൾ സഡൻ ഓഫ് ചെയ്താലും റിവേഴ്സ് വോൾട്ടേജ് വരുന്ന സമയത്ത് ആ ഒരു വോൾട്ടേജ് കയറാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഈ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോർഡിലേക്കുള്ള കണക്ഷൻ അല്ല, ഈ ഒരു റിവേഴ്സ് വരും വോൾട്ടേജ്. അത് നമുക്ക് മോട്ടർ ഓൾറെഡി ഇതായിട്ട് റിലേ ആയിട്ട് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ മോട്ടറിനെ നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഇങ്ങോട്ടാണ് കറങ്ങുന്നതെങ്കിൽ, ഒരു ഭാഗത്തേക്കാണ് കറങ്ങുന്നതെങ്കിൽ അത് ക്ലോക്ക് വൈസും കൗണ്ടർ ക്ലോക്ക് വൈസും കറക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് ഈ ഒരു വോൾട്ടേജ് ഇങ്ങോട്ടും കയറും ഈ ഒരു ഇതിലേക്ക്. അപ്പോൾ നിങ്ങൾ കറങ്ങുന്ന സമയത്ത്, ബ്രേക്കിംഗ് കറക്കുന്ന സമയത്ത് അത് ആ ഒരു ചെറിയൊരു ഇതില്ലാതാക്കാണ്ട് ഫോർവേഡ് ഇതില്ലെങ്കിൽ വർക്ക് ചെയ്ത് നമ്മൾ ഈ സർക്യൂട്ടിന് എന്ന വോൾട്ടേജ്, മോട്ടർ കറങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വോൾട്ടേജ് വരും, അങ്ങനത്തെ ഒരു ഇതും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇതില്ലാതെ നമുക്ക് ഊരിക്കഴിഞ്ഞാൽ ഈ ഒരു ഇത് വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഇതില്ലെങ്കിൽ, പക്ഷേ ഇതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡയോഡാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ട്രാൻസിസ്റ്റർ പോലെയാണ് കണ്ടാൽ നമുക്ക് ട്രാൻസിസ്റ്ററൊക്കെയാണ് തോന്നുള്ളൂ കണ്ടാൽ. ഇത് നമുക്ക് ഈ ഒരു മോട്ടർ ഇതുപോലെ നമുക്ക് 4 മോട്ടർ ഉണ്ടാകും. 4 മോട്ടർ ഡ്രൈവ് ചെയ്യാനും നമുക്ക് ഒരൊറ്റ കണക്ഷനാണ് കൊടുക്കുക. 4 മോട്ടറും 4 ഡയറക്ഷനിൽ നമുക്ക് 4 ഡിവൈഡ് ചെയ്ത് ഇതിൽ നിന്ന് വരുന്ന കണക്ഷനെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമുക്ക് കൊടുക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് 10 ആമ്പിയറൊക്കെ മാക്സിമം കൊടുക്കാം. അപ്പം 10 ആമ്പിയർ മാക്സിമം കൊടുക്കുക പറഞ്ഞാൽ ഈ 10 ആമ്പിയർ മാക്സിമം പോകുന്നത് ഈ ഒരു മോസ്ഫിറ്റ് വഴിയാണ് പോകുന്നത്. ഈ ഒരു മോസ്ഫിറ്റ് വഴിയാണ് നമുക്ക് റിലേ, അതായത് നമുക്ക് ഇതിലേക്കുള്ള ലോഡല്ല, അപ്പോൾ മോട്ടറിലേക്ക് ഈ റിലേ നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ചേഞ്ച് ആക്കുന്നത് റിലേ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ റിലേ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഇവിടെ കാണാം, ഇത് ആക്സിലേറ്റർ, വണ്ടിയുടെ ആക്സിലേറ്റർ സ്പ്രിങ് ആക്ഷൻ. ഈ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്താണ് നമ്മൾ മുന്നോട്ടും ബാക്കോട്ടൊക്കെ പോകണമെങ്കിൽ ഇപ്പോൾ റിവേഴ്സ് ചേഞ്ചിങ്ങുള്ള സ്വിച്ചാണിത്. ഇത് സെൻട്രലാക്കി ഓഫും ബാക്കോട്ടും മുന്നോട്ടും. അതേപോലെ തന്നെ ഇതിങ്ങനെ ആക്കി കഴിഞ്ഞ് പെട്ടെന്ന് നമ്മൾ ഈ ഒരു ഇങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് വണ്ടി ഒരു സഡൻ മൂവിങ് ഉണ്ടാവും. അതായത് നമ്മൾ ഒരു 12 വോൾട്ട് സഡൻ മൂവിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോസ്ഫിറ്റ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഇവിടെ കാണുന്ന ഈ ഒരു IC കാണാം, ഈ ഒരു IC ആണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ICയിൽ നിന്ന് വരുന്ന ചെറിയ സിഗ്നൽസ് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ SMD ട്രാൻസിസ്റ്റർ കാണാം. ഈ ട്രാൻസിസ്റ്റർ വഴിയാണ് നമുക്ക് ഈ റിലേ ഓണാക്കിയിട്ട് നമുക്ക് ഈ റിലേ ഇത് ഓണാകുന്ന സമയത്ത് ബാക്കോട്ട്, അതേസമയം ഇത് ഓണാകുന്ന മുന്നോട്ടും പോകും. അങ്ങനെയാണ് ഈ ഒരു റിലേ വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ നമുക്ക് ഈ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ റിലേന്ന് ഡയറക്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സ്പീഡ് കൺട്രോളിങ് ഉണ്ടാവില്ല. അപ്പോൾ അതിനാണ് ഈ ഒരു മോസ്ഫിറ്റ്. ഈ മോസ്ഫിറ്റ് നമുക്ക് ഈ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു സ്വിച്ച് സെൻസ് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ ഇതിനൊരു ഈ ഒരു വോൾട്ടേജ് ഇതിലേക്കുള്ള പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാകും. നമ്മൾ അങ്ങോട്ട് കൂടി ചേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട് കിട്ടുക ഈ ഒരു കണക്ഷനിലേക്ക്. അപ്പോൾ ഇവിടെ മോട്ടറിൻ്റെ കണക്ഷൻ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവാണ്. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പൊളാരിറ്റി മുന്നോട്ടും ബാക്കോട്ട് പോകുന്ന സമയത്ത് ഇവിടെ പ്ലസ് ഉള്ളത് മൈനസ് ആവും, ഇവിടെ പ്ലസ് ഉള്ളത് മൈനസും, മൈനസുള്ള പ്ലസ്സും, അങ്ങനെ ചേഞ്ച് ആയിട്ടാണ് വരുന്നത്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു പോസിറ്റീവിലൊരു മാറ്റം ഉണ്ടാവില്ല, ഒരു നെഗറ്റീവ് വോൾട്ടേജ് നമുക്ക് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ നെഗറ്റീവ് വോൾട്ടേജ്. 3 കാലം ഇവിടെ കാണാം. ഇത് നമ്മുടെ ഇവിടെ മോസ്ഫിറ്റ് ഉണ്ടാവും. മോസ്ഫിറ്റ് ഞാനിവിടെ ഊരിയെടുത്താണ് ഈ മോസ്ഫിറ്റ് ഉണ്ടാവുക. ഈ മോസ്ഫിറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ മോസ്ഫിറ്റിൽ നമുക്ക് ഇവിടെ വരുന്ന ഈ ഒരു നെഗറ്റീവ്, ഇവിടുന്ന് വരുന്ന ഈ നെഗറ്റീവിനെ നമുക്ക് മൂന്നാമത്തെ കാലിൽ വന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഈ റിലേയിലേക്ക് പോകും. റിലേയിലേക്ക് പോകാൻ വേണ്ടി ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഇതിലേക്കുള്ള മോസ്ഫിറ്റിലേക്കുള്ള ഇത് കൊടുക്കുന്നത് 12 വോൾട്ട് ആണെങ്കിൽ ഫസ്റ്റ് നമുക്കൊരു 5 വോൾട്ട് 4 വോൾട്ട് അങ്ങനെ 3 വോൾട്ട് ചെറിയ വോൾട്ടേജ് ആയിട്ട് ആക്സിലേറ്റർ കൊടുത്ത് കുറച്ച് സമയം എടുത്ത് കഴിയുമ്പോൾ അങ്ങനെ കൂടി വരും. ആ സമയത്ത് നമുക്ക് സഡൻ മൂവിങ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ 3 വോൾട്ടൊക്കെ മോട്ടറിൻ്റെ സ്പീഡ് കുറച്ച് കുറവായിരിക്കും. 3, 4, 5 അങ്ങനെ 12 ലാസ്റ്റ് കുറച്ച് കഴിയുമ്പോഴാണ് ഇവിടുന്ന് സിഗ്നൽ കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ഈ ഇതിൻ്റെ ഗേറ്റിലേക്ക് ഇരുന്ന വോൾട്ടേജിനനുസരിച്ച്
നമുക്ക് ഇതിലേക്കുള്ള ഫുൾ വോൾട്ടേജ് ലാസ്റ്റ് എത്തിക്കിടും. അങ്ങനെയാണ് നമ്മൾ സഡൻ മൂവിങ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുട്ടികളെ തെറിച്ചു പോകാനുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു മോസ്ഫെറ്റ് പോയാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അപ്പോൾ ഇതിലെ ഫസ്റ്റത്തെ കാല് വരുന്നത് ഗേറ്റ്, ഡ്രെയിൻ, സോഴ്സ്. അപ്പോൾ ഡ്രെയിനും സോഴ്സും പാടെ തമ്മിൽ ആണ് നമുക്ക് സപ്ലൈ നമുക്ക് അങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യാം, ഈ ഗേറ്റ് ഡ്രെയിനും സോഴ്സും നമ്മൾ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സപ്ലൈ ഇതിലൂടെ പാസ് ചെയ്യും. നമ്മുടെ ഈ ഒരു മോസ്ഫെറ്റ് തിരിച്ചിങ്ങോട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു പൊസിഷനിലുണ്ടാവുക. ഈ പൊസിഷനിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഗേറ്റ് ഫസ്റ്റ് വരും, ഡ്രെയിന്, സോഴ്സ്. അപ്പോൾ ഡ്രെയിനും സോഴ്സും എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂന്നും ഇങ്ങനെ വരുമ്പോൾ രണ്ടും മൂന്നും കാലാണ് വരുന്നത്. ആ രണ്ടും മൂന്നും കാലം നമ്മളിവിടെ സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. പിന്നെ അതുപോലെ ഈ ഒരു ഇവിടുന്ന് വരുന്ന കണക്ഷൻ അനുസരിച്ച് നമുക്കിത് മാനുവലും റിമോട്ടിലാക്കാം. റിമോട്ടിലാണെങ്കിലും മാനുവലിലാണെങ്കിലും നമുക്ക് ഇതേ ഒരു മോസ്ഫെറ്റ് വഴിയാണ് സപ്ലൈ കയറുന്നത്. അപ്പോൾ അതിലൊരു മാറ്റമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഇവിടുന്ന് വരുന്ന ഈ ഒരു IC വരുന്ന ഈ ഒരു ഇവിടെ കാണാം, ഈ ഒരു പിന്നെ IC കാണാം, ചെറിയൊരു ട്രാൻസിസ്റ്റർ കാണാം. ഈ 2 ട്രാൻസിസ്റ്റർ വഴിയാണ് ഈ റിലേ അങ്ങോട്ട് ഉണക്കുന്നത്. അതിന് പകരം നമുക്ക് ഈ റിമോട്ട് കൊടുക്കുന്നതിന് പകരം നമ്മൾ ഇവിടെ നിന്നുള്ള ഈ സ്വിച്ച് റിവേഴ്സും ഫോർവേഡും വരുന്ന സമയത്ത് ഇവിടുന്ന് വരുന്ന സിഗ്നൽ നമ്മൾ ഈ റിമോട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ICയിലേക്ക് വന്നിട്ട് ഇതേ ട്രാൻസിസ്റ്റർ തന്നെയാണ് നമുക്ക് വർക്ക് ചെയ്തിട്ട് റിലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ റിമോട്ടിൽ വർക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന സിഗ്നലിനനുസരിച്ച് ഇവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുക. ഇതിനെ ഓപ്പറേറ്റ് ചെയ്ത് ICയിലെത്തിയിട്ട് ICനെ ഓപ്പറേറ്റ് ചെയ്യും. നമ്മൾ IR ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുക, RF ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ സ്വിച്ചിങ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യും. ആ സമയത്ത് നമുക്ക് ആക്സിലറേഷൻ നമുക്ക് കുറച്ചിട്ട് ചെയ്യുന്നത് ഈ ഒരു മോസ്ഫെറ്റ് വഴിയാണ്. പിന്നെ ഇതിൽ നമുക്ക് കംപ്ലയിൻറ്റ് വരാനുള്ള ഈ ഒരു SMD IC ആണ് വരുന്നത്, 5 വോൾട്ട്. അത് ഇതിലേക്കൊക്കെ 5 വോൾട്ട് ആണ്. ഈ ICയിലേക്കും 5 വോൾട്ട് ആക്കാനുള്ള ഒരു റെഗുലേറ്റർ IC ആണ് വരുന്നത്. ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്കുള്ള 5 വോൾട്ട് എവിടെയാണെന്ന് നോക്കിയിട്ട് ഇതിൽ നമുക്ക് വേണ്ട 5 വോൾട്ടിലേക്ക് നമുക്ക് ഇനി പുറമെ നമ്മുടെ വലിയൊരു IC വെച്ചാൽ മതി. അതായത് നമ്മുടെ 7805 IC വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 വോൾട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവിൽ ഒരു ചെറിയ സോൾഡറിങ് ഈ IC ഒഴിവാക്കി നമുക്ക് കൊടുത്താൽ നമുക്ക് ഇത് സോൾവ് ചെയ്യാം. അതേപോലെ ഇത് വരുന്നത് നമുക്ക് റിമോട്ട് IC ആണ് വരുന്നത്. അപ്പോൾ ഈ റിമോട്ട് കൺട്രോൾ ചെയ്യാനുള്ള ഇതിൻ്റെ സെറ്റാണ്. അപ്പോൾ ഇതിലൊക്കെ ഇത് മായച്ചിട്ട് നമ്മൾ ചെയ്യാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ മൈക്രോ IC അങ്ങനെ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ഇത് മൊത്തത്തിനെ കൺട്രോൾ ചെയ്യാം. നമ്മുടെ ഇതിൻ്റെ കാറിൻ്റെ ലൈറ്റ്, അതേപോലെ തന്നെ ഈ പറഞ്ഞ ആക്സിലറേഷൻ, ഈ റിലേക്കുള്ള കണക്ഷൻ, നമുക്ക് ഇതിൽ ഈ ഒരു IC പോയി കഴിഞ്ഞാൽ നമ്മളെ റിമോട്ട് ട്രാൻസ്മിറ്റർ റിസീവർ നമുക്ക് വർക്ക് ചെയ്യില്ല. ആ സമയത്ത് നമുക്ക് മാനുവലായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ ഈ ഒരു IC പോയി കഴിഞ്ഞാൽ നമുക്ക് റിമോട്ടും വർക്ക് ചെയ്യില്ല. അതേപോലെ തന്നെ നമ്മൾ ഇതുപോലെ മാനുവലാക്കി വർക്ക് ചെയ്യില്ല, ആക്സിലേറ്റർ കൊടുത്താലും വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു IC പോയതാണെന്ന് ഏകദേശം മനസ്സിലാക്കാം. നമ്മൾ ഇതൊക്കെ വർക്കിംഗ് ആണെങ്കിലും റിലേ, അതേപോലെ റിലേ അടിക്കുന്നുണ്ടെങ്കിൽ ടിക് അടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഈ ഔട്ട്പുട്ടുള്ള മോസ്ഫെറ്റ് കംപ്ലയിൻ്റ് ആണെന്ന്. അപ്പോൾ അങ്ങനെ പിന്നെ വേറൊരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ നമുക്ക് 4 മോട്ടറും എന്തായാലും കറങ്ങും. ഒരു മോട്ടറൊക്കെയാണ് കറങ്ങാത്തതെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മോട്ടറൊക്കെ ഉള്ളൂ. ഈ ഒരു മോട്ടറിൽ വേറെ പ്രശ്നം, ഇതിൽ ഗിയറൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അയക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിലേക്കുള്ള പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് ഇതിൽ ബ്രഷൊക്കെ വരുന്നുണ്ട്. അതായത് ബ്രഷ് കംപ്ലയിൻ്റ് ആയാലും അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്ത് റെഡിയാക്കാനേ ഉള്ളതേ ഉള്ളൂ. പിന്നെ അതുപോലെ ഒരു ചെറിയ മെയിൻ പ്രോബ്ലം വരുന്നത് സ്റ്റെയറിങ് ലെഫ്റ്റ് റൈറ്റ് ഒടിയാത്തതാണ്. അപ്പോൾ ബാക്കി ഫ്രണ്ടിലോട്ടും ബാക്കോട്ടൊക്കെ പോകും. പക്ഷേ അതിന് ഇവിടെ നമുക്ക് വരുന്നത് TE6586 H ബ്രിഡ്ജ് IC ആണ് വരുന്നത്. ഈ ഒരു IC ആണ് കംപ്ലയിൻറ്റ് വരുന്നത്. അപ്പോൾ അതിന് പകരം നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ 20-40 രൂപ കൊടുത്താൽ ഈ ഒരു IC നമുക്ക് അതേമാതിരി ഇങ്ങനെ സോൾഡർ ചെയ്ത് കൊടുത്തത് മാറ്റിയിട്ട്. അപ്പോൾ ഇതിലേക്കുള്ള ഇൻപുട്ട് അതായത് സിഗ്നൽ വരുന്നതും ഞാൻ പറഞ്ഞില്ല ഈ ഒരു ഇതിൽ നിന്നാണ് വരുന്നത്, ഈ ഒരു ICയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മളെ ഈ റിമോട്ട് കൺട്രോൾ ചെയ്തിട്ട് ഈ റിമോട്ടിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന സിഗ്നൽസ് അനുസരിച്ച് ഇതിൽ നിന്നാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഫ്രണ്ടിലേക്ക് ബാക്കോട്ട് ഇത് വരുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള സിഗ്നൽ വന്നിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു IC കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ബാക്കി സിഗ്നൽ തോനെയും കംപ്ലയിൻ്റ് അല്ല, ഈ ഒരു IC വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് ഡീസോൾഡർ ചെയ്തിട്ട് ഇത് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റുള്ള കംപ്ലയിൻറ്റ് നമുക്ക് മാറി കിട്ടും. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് മാനുവലായിട്ട് ഓടിക്കുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗ് നമ്മൾ തന്നെ തിരിക്കുകയാണ് ചെയ്യുക. പിന്നെ ബാക്കി വരുന്നത് ഇതാണ്. പിന്നെ ഒരു പ്രശ്നം വരുന്നത് പറഞ്ഞാൽ ഈ ഒരു മാനുവലിലേക്ക് ആക്കുന്ന സമയത്ത് ഈ ഒരു സ്വിച്ചാണ് കംപ്ലയിൻറ്റ് വരിക. ഈ ഒരു സ്വിച്ച് സെൻറ്ററിൽ ഓഫും, അതുപോലെ വണ്ടി അവിടെ ഓഫും, മുന്നോട്ടും ബാക്കോട്ടും ഇത് കംപ്ലയിൻറ്റ്. അതേപോലെ പിന്നെ മെയിൻ പ്രോബ്ലം വരുന്നത് ഈ ആക്സിലേറ്ററുമാണ്. അപ്പോൾ നമ്മൾ റിമോട്ടിലല്ലാതെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ആക്സിലേറ്ററിൻ്റെ ഇതും വാങ്ങാൻ കിട്ടും. ഇത് 40 രൂപ 50 രൂപയ്ക്ക് നമുക്കിത് വാങ്ങാൻ കിട്ടും.
അതേപോലെ ഈ ഒരു പ്രശ്നം കൊണ്ട് ഒരുവിധം ഇലക്ട്രിക് വണ്ടികളൊക്കെ നമുക്ക് സാധാരണ ഇലക്ട്രിക് വാഹനങ്ങളിൽ എല്ലാത്തിലും ഇങ്ങനത്തെ ഒരു ഫ്യൂസ് ഉണ്ട്, ഓരോന്നിനും ഓരോരോ ആംബിയർ റേറ്റിംഗ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു സ്ഥലത്ത് വീല് കുടുങ്ങിയിട്ട് കറങ്ങാതെ നിൽക്കുന്ന സമയത്ത് ആ മോട്ടർ കത്തി പോകാൻ വേണ്ടിയിട്ടുള്ള സേഫ്റ്റിക്ക് ഉള്ളതാണ്. ഇതിപ്പോൾ ഓവർ വോൾട്ടേജ് വരുന്നത് ഇവിടെ ഹീറ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ സ്വിച്ച് പോലെ വർക്ക് ചെയ്തിട്ട് ഇത് ഓപ്പൺ ആകും. നമ്മൾ ഇസ്തിരിപ്പെട്ടിയുടെ ഉള്ളിലൊക്കെ ഉള്ള ഹീറ്റിംഗ് കോയിലൊക്കെ നമുക്ക് കട്ടാവുന്നത് പോലെ തന്നെ ഇതിനുള്ളിൽ ഒരു വർക്കിംഗ് നടക്കുന്നത്. ആ സമയത്ത് ഇതിലേക്കുള്ള പ്ലസ് കൂടെ കടത്തി വരുന്ന ഇതിലാണ് പ്ലസ് നമുക്ക് സർക്യൂട്ടിലേക്ക് വരിക. ആ സമയത്ത് ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ വരെ പ്ലസ് വന്നിക്കും, ഇതിൽ ഔട്ട് കിട്ടില്ല. ആ സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സമയത്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ബേണായി ഉണ്ടാവും. ചിലത് പിന്നെയും ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഇതാവും. അങ്ങനെ ചില സമയത്ത് ഇത് ക്ലാവ് പിടിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യാതെയും ചില വാഹനങ്ങൾ വർക്ക് ചെയ്യില്ല. നമുക്ക് എത്ര നമ്മൾ കൊടുത്ത് സപ്ലൈ ചാർജ് ചെയ്ത് കഴിഞ്ഞാലും അപ്പം പെട്ടെന്ന് ഇതിൽ കൂടെയാണ് കയറി കൊടുക്കുക. ആ സമയത്ത് നമ്മൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്നും കൊടുക്കുന്ന ഈ കണക്ഷൻ നമ്മൾ ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. പിന്നെ ഇത് മാറ്റി വെക്കണം നല്ലത്. ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് നമ്മളെ ഈ ഒരു മോട്ടർ കത്തി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പം തൽക്കാലത്തേ വർക്ക് ചെയ്യിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ വർക്ക് ചെയ്യിക്കാം. ഇതിൻ്റെ ഉൾവശം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക, അപ്പോൾ 2 കോണ്ടാക്റ്റ് ആയിട്ടുണ്ടാവും. ഇങ്ങനെ ഇത്രയും സിമ്പിളാണ്. ഈ ഒരു കോണ്ടാക്റ്റ് നമുക്ക് ഇങ്ങനെ നമ്മൾ കണക്ഷൻ ഉണ്ടാവുക. ഈ കണക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് പ്ലസ് ഇതിൽ പോകുമ്പോൾ ഹീറ്റാകുമ്പോൾ ഇത് ഹീറ്റാകുന്ന സമയത്ത് ഇത് പൊങ്ങി വരും. അപ്പോൾ ഇത് പൊങ്ങി വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഇത് തണുത്ത് വരുന്ന സമയത്ത് വീണ്ടും ഇവിടെ ടച്ച് ആവുകയും നമ്മുടെ പോസിറ്റീവ് സപ്ലൈയിൽ കയറിയിട്ട് വീണ്ടും വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ചെറിയൊരു ഫ്യൂസ് പോലെ നമ്മുടെ ഇത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഫ്യൂസ് ആകുന്ന ബേണായി പോകുന്നത് കുറച്ച് കഴിയുമ്പോൾ ഹീറ്റ് പോകുന്ന സമയത്ത് വീണ്ടും ഇത് കോണ്ടാക്റ്റ് ആവുകയും ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോ കാണാം. ഓക്കെ, ബൈ, സി യു.